Welcome back to Student. Student in the Max video ആണ് upload ചെയ്തത്. That is second part in the Max video ആണ്. So first part already uploaded ആണ്. അനിയന്മാരും അനിയത്തിമാരും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. നമ്മൾ മാത്സിന്റെ കേസിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്സിന്റെ കേസിലുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പാർട്ടിൽ നോക്കിയിരുന്നു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 7 raised to n minus 3 raised to n നെ is a multiple of 4 is a multiple of 4 എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ചോദ്യം. സോ നമുക്കത് പ്രൂവ് ചെയ്യണം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സാധനം, തന്നിരിക്കുന്ന നമ്മുടെ ഇതെന്ന് പറയുന്നത് പി ഓഫ് എൻ ആയിട്ട് നമ്മൾ കൊടുക്കാം. പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു 7 raised to n minus 3 raised to n ആണ്. ശരിയല്ലേ? നമ്മൾ ഇനി ഇതിന് പി ഓഫ് 1 കണ്ടുപിടിക്കാം. പി ഓഫ് 1 നിങ്ങൾ എന്റെ ഒപ്പം എത്തുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇൻട്രോ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാര്യങ്ങളൊന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ നമുക്ക്. അപ്പൊ പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 7 raised to 1 minus 3 raised to 1. ശരിയല്ലേ? എന്നിന് പകരം 1 വന്നു അല്ലെ? അപ്പൊ നമ്മൾ 7 raised to 1 minus 3 raised to 1 is equal to എത്രയാണ്? 4 അല്ലെ? 7 minus 3 എത്രയാണ്? 4. 4 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? is a multiple of 4 അല്ലെ? is a multiple of 4 എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? ഇതിപ്പോ നമുക്ക് കിട്ടി അല്ലെ? ഇനി നമ്മൾക്ക് പി ഓഫ് കെ, നമുക്ക് പി ഓഫ് കെ എന്ന് പറയുന്ന സംഭവം നമ്മുടെ 4ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാ? അസ്യൂം ചെയ്യാ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? let us assume that p of k is a multiple of 4. Okay, is a multiple of 4. അങ്ങനെയാണെങ്കിൽ നമ്മുടെ p of k എന്തായിരിക്കും? p of k is equal to 7 raised to k minus 3 raised to k. അല്ലേ? നമ്മുടെ അകത്ത് വരുന്നതിന് raised to ആയിട്ട് ഇട്ടെടുക്കുക. അത്രേ ഉള്ളൂ. 7 raised to k minus p raised to k എന്ന് കിട്ടി അല്ലേ? ഞാൻ എന്താ പറഞ്ഞത്? നമ്മുടെ ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? അസ്യൂം ചെയ്തിരിക്കുന്നു. ശരിയല്ലേ? അതായത് 7 raised to k minus 3 raised to k 4d ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? എന്താണ് ഈ 4d എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? 4 into 1 ഇതൊക്കെ മൾട്ടിപ്പിൾ അല്ലേ? 4 into 2. അപ്പൊ ഈ 1ഉം 2ഉം 3ഉം ഒക്കെ വരുന്നതിന് പകരം നമ്മൾ ജനറലി എന്ത് ചെയ്തു? d ആയിട്ട് എഴുതി. അത്രേ ഉള്ളൂ. അപ്പൊ 7 raised to k minus 3 raised to k is equal to 4d എന്ന് എഴുതി. d എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ 1 2 3 ആയിട്ട് പോകുന്നു. അതാണ് ഞാൻ ഇവിടെ d ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എത്ര കിട്ടി? 7 raised to k minus 3 raised to k is equal to 4d എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 7 raised to k is equal to 4d plus 3 raised to k എന്ന് എഴുതാം. പ്ലസ് 3 raised to k എന്ന് എഴുതാം അല്ലെ? ഒന്നും ചെയ്തില്ല. ഈ മൈനസ് 3 raised to k എന്നുള്ളത് ഈക്വൽ ടു സൈൻ അങ്ങോട്ടേക്ക് ഉണ്ടോ? പ്ലസ് 3 raised to k ആക്കി എഴുതി. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് കെ പ്ലസ് 1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പി ഓഫ് കെ പ്ലസ് 1 എന്തായിരിക്കും? നമ്മുടെ മെയിൻ ഇക്വേഷനിൽ കെ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിന് പകരം കെ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്താണ്? 7 raised to n minus 3 raised to n അല്ലേ? അപ്പൊ 7 raised to k plus 1 minus 3 raised to k plus 1. 7 raised to k plus 1 minus 3 raised to k plus 1 എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് എന്നിന് പകരം എന്ത് വന്നു? k plus 1 വന്നു. അപ്പൊ ഇതുവരെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി ഈ kയും ഈ 1ഉം ഒറ്റയ്ക്ക് കൊടുക്കുക. അതായത് ഒന്നുമില്ല. ആദ്യം 7 raised to k into 7 raised to 1. k plus 1ന്റെ k വേറെ 1 വേറെ ആക്കി എഴുതുക. അത്രേ ഉള്ളൂ. ആദ്യം 7 raised to k dot 7 raised to 1 minus 3 raised to k dot 3 raised to 1. മനസ്സിലായോ? ആദ്യം 7 raised to 1 പിന്നെ 7 raised to k minus 3 raised to 1 3 raised to k എന്ന് വരെ എഴുതാം. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഓരോന്നിനടുത്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 7 raised to k എന്ന് പറഞ്ഞൊരു ടേം ഇല്ലേ? 7 raised to k എന്ന് പറഞ്ഞ ടേം ഉണ്ടല്ലോ. ഈ 7 raised to k എന്ന ടേമിന് നമ്മൾ ഇവിടെ ഒരു 7 raised to k ന്റെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? 7 raised to k is equal to 4d plus 3 raised to k എന്നൊരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? അപ്പൊ ഈ 7 raised to k ക്ക് നമ്മൾ ഈ 7 raised to k ന്റെ ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 7 raised to k ന്റെ അവിടെ 4d plus 3 raised to k into ബാക്കി എന്താ ഉള്ളത്? ബ്രാക്കറ്റ് ഇടുക.
ബാക്കി എന്താണത് 7^1 മൈനസ് 3k ഡോട്ട് 3^1 എന്ന് കിട്ടി. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യാ, ഈ 7 എന്നുള്ള ന്യൂമറൽ ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതിൽ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുക. അപ്പൊ 7 ഇൻറ്റു അപ്പൊ നമുക്ക് എന്ത് വരും 7.4d പ്ലസ് 3k ഡോട്ട് 7. ബാക്കി എന്താണത് ഇപ്പുറത്തെ എന്താണത് മൈനസ് 3k ഇൻറ്റു 3. മനസ്സിലായില്ലേ? അതായത് ഒന്നും ചെയ്തില്ല, ഞാൻ അകത്തേക്ക് എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു. ഓരോന്നിനും ഞാൻ ഈ പുറത്ത് കിടക്കുന്ന ഈ 7^1 എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് 3k പുറത്തെടുക്കാം അല്ലെ. ഇത് രണ്ടും നമുക്ക് കോമൺ ആയിട്ട് എന്ത് പുറത്തെടുക്കാം 3k പുറത്തെടുക്കാം. അതും ബാക്കി എടുക്കാൻ ഏതൊക്കെയാണ് 7 ഇൻറ്റു 4d പ്ലസ് 3k കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പൊ ബ്രാക്കറ്റിനകത്ത് എന്താ വരിക 7 മൈനസ് 3 എന്ന് വരും. ശരിയല്ലേ? 3k പുറത്തെടുത്ത ബാക്കി 7 മൈനസ് 3 അല്ലേ ഉള്ള അകത്തുള്ളത്. 7 മൈനസ് 3 എന്ന് എഴുതി. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ ഇക്വേഷൻ വരിക 7 ഇൻറ്റു 4d പ്ലസ് 3k ബ്രാക്കറ്റിനകത്ത് 7 മൈനസ് 3 എന്താണ് 7 മൈനസ് 3 4 ആണ്. ശരിയല്ലേ? അപ്പൊ ഇൻറ്റു 4 എന്ന് വന്നു. ഇനി നമുക്ക് എന്താ അതിന് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുക 4 കോമൺ ആയിട്ട് പുറത്തെടുക്കാന്ന് വിചാരിക്കാം. 4 കോമൺ ആയിട്ട് പുറത്തെടുത്തു. 4 കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുത്തു. അപ്പൊ നമ്മുടെ അകത്ത് എന്ത് വരും 4 കോമൺ ആയിട്ട് പുറത്തെടുത്ത 7 അല്ലെ. ഇതിനകത്ത് 7 ഉണ്ട്. പിന്നെ ഇവിടുന്ന് 4 ഞാൻ എടുത്തു. ഇനി ബാക്കി ഇവിടെ എന്താണുള്ളത് d അല്ലേ. d പ്ലസ് ഇവിടെ ഞാൻ 4 പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്താണുള്ളത് 3k. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി 4 ഇൻറ്റു എന്ന് പറഞ്ഞൊരു സാധനം കിട്ടി. 4 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് അല്ലെ. 4 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഒരു സാധനം. ഇതിനർത്ഥം എന്താണ് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 2s are 4 3s are എന്ന് പറയുന്നതല്ലേ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നിന്നും 4 മാർക്കിന് ഒറ്റയടിക്ക് ചോദ്യമാണ് വരിക. നമ്മളിപ്പോ 7 പ്ലസ് 77 പ്ലസ് 777 പ്ലസ് അങ്ങനെ ആ വാല്യൂ ആ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിരുന്നില്ലേ? തൊട്ട് മുന്നത്തെ വീഡിയോ നോക്കിയിട്ടുണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും ആണ് പ്രിൻസിപ്പിൾ എന്ന് വരിക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്കിന് ഷുവർ ആയിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ചെയ്ത് പഠിക്കണം. മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത്. നമുക്ക് ഇവിടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. ഇതിന്റെ സം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനെ എക്സ്പ്രസ് ചെയ്യുക. അതാണ് ഇതിന്റെ സം കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമ്മൾ ആദ്യം വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് 7 പ്ലസ് 77 പ്ലസ് 777 പ്ലസ് എക്സെട്ര എന്നൊരു വാല്യൂ അല്ലേ. അതിന് നമുക്ക് എല്ലാത്തിനും കോമൺ ആയിട്ട് 7 പുറത്തെടുക്കാം. 7 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പൊ അകത്ത് എന്ത് വരും 1 പ്ലസ് 11 പ്ലസ് 111 പ്ലസ് എക്സെട്ര എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, ഇതിനൊരു ഒരു പ്രത്യേകിച്ച് ഒരു പ്രൊസീജിയർ തന്നെയുണ്ട്. ഒരു പ്രൊസീജിയർ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ വൃത്തിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 7ന് വരുമ്പോ എന്തിന്റെ വാല്യൂ വന്നാലും നിങ്ങൾ അതേ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഈ ഒരു വാല്യൂ എഴുതില്ലേ, അതായത് ഈ നമ്മൾ പുറത്തെടുത്ത് എഴുതിയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഈ ഒരു ഹോൾ ഇക്വേഷനെ 9 വെച്ച് മൾട്ടിപ്ലൈയും ചെയ്യാം, 9 വെച്ചിട്ട് എന്ത് ചെയ്യുക ഡിവൈഡും ചെയ്യുക അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി 7/9 ആയില്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായി 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും അല്ലേ. ഓക്കെ, നമുക്ക് അടുത്തല്ലോ 7/9. നമ്മൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ 9 നമുക്ക് എങ്ങനെ എഴുതാം 10 - 1 ആയിട്ട് എഴുതാലോ. 10 - 1 ആയിട്ട് എഴുതാലോ. ഈ 99 നമുക്ക് എങ്ങനെ എഴുതാം 100 - 1 ആയിട്ട് എഴുതാലോ. ഈ 999 നമുക്ക് എങ്ങനെ എഴുതാം 1000 - 1 ആയിട്ട് എഴുതാലോ. അങ്ങനെ ഞാൻ എഴുതട്ടെ കേട്ടോ. 10 - 1 എന്നും 100 - 1 എന്നും 1000 - 1 എന്നും എഴുതി പ്ലസ് എക്സെട്ര. അങ്ങനെയല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എന്താ ചെയ്യാൻ പറ്റുക? ഈ 10ഉം 100ഉം 1000 ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. ശരിയല്ലേ? 10ഉം 100ഉം ഇതൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവരാം. 7 - 9 10 7/9 10 പ്ലസ് 100 പ്ലസ് 1000. ഇനി നമുക്ക് ബാക്കി എന്താണത്? ഇവിടെ ഒരു -1 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്. ശരിയല്ലേ? ഇതോടുകൂടി കഴിയാണോ? അല്ല, എക്സെട്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ. അതായത് നമുക്ക് ഒരിക്കലും -1 -1 3 -1 ഉള്ളൂ. അപ്പൊ ടോട്ടൽ -3 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ല. ബിക്കോസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഇനിയും ഒരുപാട് അപ്പുറത്ത് എത്രയോ വാല്യൂസ് വരെ പോകുന്നുണ്ട്. അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? പ്ലസ് എക്സെട്ര -n വരെ പോകുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? -n വരെയില്ല, നമ്മളൊരു അവസാനം ഇല്ലല്ലോ, ഇല്ലാതെ പോവാണ്. അപ്പൊ നമുക്ക് ഇവിടെ -3 വരെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ പറയാൻ പറ്റും? -3 എന്നൊന്നും പറയാൻ പറ്റും, -n വരെ പോകുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ അതിന്റെ അവസാനം എന്ത് ചെയ്തു? -n എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിച്ചു. ഇനി നമുക്ക് ഇതിന് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഈ 10 ഞാൻ അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവും. 7/9 എഴുതുക. ഈ 10 ആയിട്ട് എഴുതുക. നമുക്ക് ഈ 100നെ നമുക്ക് എങ്ങനെ ഇട്ടിട്ട്
ചെയ്യാൻ പറ്റും? 10 എന്ന് പറയുന്നത് 10⁻1 അല്ലേ? 100 എന്ന് പറയുന്നതാണ് 10 സ്ക്വയർ അല്ലേ? 10ന്റെ ടേംസിൽ, 10ന്റെ പവറിന്റെ ടേംസിൽ ഇത് 3 നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യുക. 10 10 സ്ക്വയർ, പിന്നെ എന്താ വരിക? 10 ക്യൂബ്. ശരിയല്ലേ? 10 ക്യൂബ് എക്സെട്രാ. ഇവിടെ എന്തുണ്ട്? -n ഉണ്ട് അല്ലേ? ഓക്കെ, ഇതുവരെ മനസ്സിലായില്ലേ? ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞു. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് തമ്മിൽ ഇതിൽ ആദ്യത്തെ ടേം എന്താണ്? ഇതൊരു GP ഫോർമാറ്റിലാണ്, ജോമെട്രിക് പ്രോഗ്രഷന്റെ ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. ഈ ബ്രാക്കറ്റിനകത്തുള്ള സാധനം കിടക്കുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ഇതിലെ ആദ്യത്തെ ടേം GPയിലെ ഈ ഒരു GPയിലെ ആദ്യത്തെ ടേം A എന്താണ്? 10 ആണ് അല്ലെ? കോമൺ ഡിഫറൻസ് R എന്താണ്? അതും 10 തന്നെയാണ് അല്ലെ? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് എന്താണ്? 10 തന്നെയാണ്. അപ്പൊ A എന്ന ടേം ഒന്നാമത്തെ ടേമും 10 ആണ്, ആറാമത്തെ ടേമും 10 ആണ്. അപ്പൊ ഈ ജനറൽ, അതായത് ഈ GPന്റെ സം ഓഫ് GPന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. GPയുടെ സമ്മിന്റെ ഇക്വേഷൻ എന്താ വരിക? GP നമ്മൾ എഴുതട്ടെ. GPയുടെ സമ്മിന്റെ ഇക്വേഷൻ GP is equal to ബ്രാക്കറ്റിൽ A into R⁻n−1 divided by R−1. ഇനി ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബ്രാക്കറ്റിന് പുറത്ത് എന്താ ഉള്ളത്? ഞാൻ ഇവിടെയൊക്കെ മാറ്റട്ടെ. നമ്മുടെ ബ്രാക്കറ്റിന് പുറത്ത് എന്താണത്? 7/9 ഉണ്ട് അല്ലെ? അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? 7/9 ഉണ്ട്. ബ്രാക്കറ്റിനകത്ത് നമ്മുടെ ആദ്യത്തെ വാല്യൂ A ആണ്. A ന്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. 10 ബ്രാക്കറ്റിൽ R⁻n, R എത്രയാണ്? 10 ആണ്. n, n ന്റെ വാല്യൂ ഇല്ല, n. ഓക്കെ, -1 ഡിവൈഡഡ് ബൈ R−1. R−1 എന്ന് പറഞ്ഞാൽ R എത്രയാണ്? 10. 10 1 പോയാൽ 9. മനസ്സിലായോ? ഇവിടെ ഇനി നമുക്ക് ഒരു വാല്യൂ കൂടി ഉണ്ടല്ലോ. നമ്മൾ ഇതാണ് GPന്റെ. ഇനി ബാക്കി എന്താ ഉള്ളത്? -n ഇല്ലേ? -n ഇല്ലേ? -n. ഓക്കെ, ഇതുവരെ -n വരെ എഴുതി. ഓക്കെ, ഇനി ഞാൻ ഈ സ്റ്റെപ്സ് ഒക്കെ മായ്ക്കാമല്ലോ. നമുക്ക് ഇനി അവിടെ നിന്നിട്ട് സോൾവ് ചെയ്ത് വരാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എന്താ ചെയ്യാൻ പറ്റുക? ബ്രാക്കറ്റിന് പുറത്ത് 7/9 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, ശരിയല്ലേ? നമുക്ക് ആദ്യം ഇത് ക്രോസ് ചെയ്യാം. 7/9 ബ്രാക്കറ്റ് ഇടുക. ഇവിടെ 1 ആണ്. ഇത് വെച്ച് ക്രോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 വെച്ച് ക്രോസ് ചെയ്താൽ അതേ വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, ഇനി ഈ 9 വെച്ച് ഇതിന് ക്രോസ് ചെയ്യാം. 9 ഇൻറ്റു -n എന്ന് കിട്ടി അല്ലെ? അപ്പൊ -9n എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 1 9. മനസ്സിലായോ? ഇതുവരെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്താ ചെയ്യാൻ പറ്റുക? ഇതാണ് അകത്തിരിക്കുന്ന ഈ 9 ഉള്ളിൽ പുറത്തേക്ക് വേണം. ഈ 9ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് വാല്യൂ ഇത് കിട്ടും 7/81 ബ്രാക്കറ്റിനകത്ത് 10 10⁻n -1 -9 എന്ന് കിട്ടും. ഇങ്ങനെയാണ് സമ്മിന്റെ പ്രോബ്ലം ചെയ്യുക. ഇവിടെ 7 + 77 + 777 എന്നുള്ളതിന് വരെ ഏത് വാല്യൂ വന്നാലും ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുക, ഇതേ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനൽ ആൻസർ വളരെ ഈസി ആയിട്ട് 3 to 4 മാർക്സ് ഇത് ചോദിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. LPPയിലെ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഗ്രാഫ് വരുന്ന ക്വസ്റ്റ്യൻസ്, ലീനിയർ പ്രോഗ്രാമിംഗ് അല്ലേ? ഇപ്പോൾ LPPയിലെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാം. പഠിക്കുന്ന പാസ്സായ പിള്ളേർ, ഇംപ്രൂവ് ആവുന്ന പിള്ളേർക്ക് എഴുതാൻ പറ്റും. പഠിക്കാൻ മടിയുള്ളവരെ, മടിയില്ലാത്ത പിള്ളേർ, ഒന്നുമില്ല, എല്ലാവരും അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. ഒരാൾ പോലും എക്സാം പേപ്പറിൽ LPPയുടെ ഗ്രാഫ് സമയമില്ലാതെയോ വരയ്ക്കാൻ അറിയാതെയോ സ്കിപ്പ് ചെയ്തിട്ട് എക്സാം പേപ്പർ തിരിച്ചു കൊടുക്കരുത്. ഓക്കെ, അപ്പൊ LPPയുടെ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിനെ ചോദിക്കുക. ജസ്റ്റ് ഗ്രാഫ് വരയ്ക്കാൻ എന്താ പറയാ, ഒരു 5th സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഗ്രാഫ് വരയ്ക്കാൻ അല്ലേ? +2 എത്തിയില്ലേ? +1 +2 എത്തിയില്ലേ? +2 കഴിഞ്ഞില്ലേ ചേക്കാര്? അപ്പൊ നിങ്ങൾക്ക് ഇനിയും വരയ്ക്കാൻ അറിയില്ല, നാണക്കേടാണ് കേട്ടോ. ഞാൻ ഇതിലൂടെ വൃത്തിയായിട്ട് പറഞ്ഞുതരാം. നമുക്ക് 3 ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത്. x + 2y > ≤ 8, 2x + y <= 8, and x > 0, y > x > 0 and y > 0. എന്താണ് x > 0? ഇത് നമ്മൾ ഇതുകൊണ്ട് ഒരു ഉപകാരം ഇല്ല അല്ലേ? പക്ഷെ അവർ തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തന്നിരിക്കുന്നത്? എന്താ തന്നിരിക്കുന്നത്? x എന്താണ്? 0നേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ 0നോട് എന്താണ്? ഈക്വൽ ആണ് അല്ലെ? y എന്താണ്? 0നേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ 0നോട് ഈക്വൽ ആണ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. x 0നേക്കാൾ വലുതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് നമ്പറാ വരിക? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരിക? പോസിറ്റീവ് അല്ലേ വരിക? 0നേക്കാൾ വലുത് പറയുമ്പോൾ 1 2 3 4 തൊട്ടല്ലേ വരിക? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഗ്രാഫ് പോസിറ്റീവ് സൈഡിന്റെ, അതായത് നമ്മുടെ ഇതാണല്ലോ നമ്മുടെ ഗ്രാഫ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെയും നെഗറ്റീവും ഇവിടെയും പോസിറ്റീവ് അല്ലേ? അപ്പൊ x > 0 y > 0 എന്ന് പറയുമ്പോൾ രണ്ടും പോസിറ്റീവ് ആണ് അല്ലെ? അതായത് നമ്മൾക്ക് ഈ ഒരു പ്ലസ് സിമ്പലിലൂടെ ഗ്രാഫ് വരയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മുടെ ഈ എൽ ഷേപ്പ് ഗ്രാഫ് വരയ്ക്കണം. രണ്ട് പോസിറ്റീവ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് അറിയാനാണ്, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് വാല്യൂ ആണ്, പോസിറ്റീവ് സൈഡ് ഓഫ് ദ ഗ്രാഫ് ആണെന്ന് അറിയാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഒരുപാട് പേർക്ക് ഇത് അറിയില്ല. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് സമയം കൺസ്യൂം ചെയ്യാം. ഇതേതിപ്പോ ഞാൻ പ്ലസ് വെച്ച് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ നെഗറ്റീവ് സൈഡ് -1 -2 -3 തൊട്ട് താഴേക്ക് മേലേക്കൊക്കെ എഴുതി പോകണം. സമയമില്ല നമ്മുടെ കയ്യിൽ. സോ അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മുടെ ഈസി വേ, അല്ലെങ്കിൽ നമുക്ക് സമയം കൺസ്യൂം ചെയ്യാൻ നമുക്കിത് അറിഞ്ഞിരുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു അല്ലെ? ഇനി നമുക്ക് സംഭവത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ഇക്വേഷൻ x + 2y <= 8. ശരിയല്ലേ?
അല്ലെങ്കിൽ s + 2 = 8 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. നമുക്ക് ഇതിൽ ആദ്യം എന്ത് ചെയ്യണം, എക്സിനും വൈക്കും, എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക, വൈക്ക് ഒരു വൈന്റെ വാല്യൂ കണ്ടുപിടിക്കുക, വൈക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക, എക്സിന് വാല്യൂ കണ്ടുപിടിക്കുക. കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ കോർഡിനേറ്റ്സ് വേണ്ടേ. അപ്പൊ ഞാൻ ആദ്യം എക്സിന് 0 ഇട്ട് കൊടുത്തു. അപ്പൊ വൈക്ക് എന്താ കിട്ടുക, എക്സിന് ഞാൻ 0 ഇട്ട് കൊടുത്തു. ബാക്കി വൈക്ക് വൈ എന്താണത് 2y = 8 അല്ലേ, 2y = 8 അല്ലേ, y = 8/2 അല്ലെ. 8/2 എത്രയാണ് 4. വൈന്റെ വാല്യൂ എത്ര കിട്ടി, 4 കിട്ടി. മനസ്സിലായില്ലേ. എക്സിന് 0 ഇട്ട് കൊടുത്തപ്പോ വൈന്റെ വാല്യൂ. പിന്നെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, വൈക്ക് 0 ഇട്ട് കൊടുക്കുക അല്ലെ. വൈക്ക് ഞാൻ 0 ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എന്തായി 2 × 0 ആയില്ലേ, 2 × 0 ഈ ടേമേ പോയി. അപ്പൊ x = 8. ഞാൻ കാണിച്ചു തരാം. x + 2y = 8 ആണ് ഇക്വേഷൻ. ഞാൻ വൈക്ക് 0 ഇട്ടു. അപ്പൊ എന്തായി 2 × 0 ആയില്ലേ, 8 ആയി. x 2 × 0 0, x = 8 എന്ന് കിട്ടിയില്ലേ. അപ്പൊ ഞാൻ എന്ത് കിട്ടി, വൈക്ക് 0 ഇട്ട് കൊടുത്തപ്പോ എക്സിന് 8 എന്ന വാല്യൂ കിട്ടി. മനസ്സിലായോ. ഇതേപോലെ നമുക്ക് നമ്മുടെ അടുത്ത് നമുക്ക് കോർഡിനേറ്റ്സ് ആക്കി എഴുതാം അല്ലെ. ശരി, ഞാൻ ലാസ്റ്റ് എഴുതാം. കോർഡിനേറ്റ്സ് ആക്കി ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് എഴുതി കാണിച്ചു തരാം. നമുക്ക് ഇനി അടുത്ത ഇക്വേഷൻ നോക്കാം. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കാണാതെ ചെയ്ത് നോക്കും. എങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്തത് അതുപോലെ എക്സും വൈയും എഴുതുക. എക്സിന് ആദ്യം 0 ഇട്ട് കൊടുക്കുക. അപ്പൊ വൈക്ക് എത്ര കിട്ടും, എക്സിന് 0 ആയി. അപ്പൊ ഈ ടേമേ പോയി അല്ലെ. y = എന്താണ് 8 ആണ് അല്ലെ. അടുത്തത് എന്താ ചെയ്യേണ്ടത്, വൈക്ക് 0 ഇട്ട് കൊടുക്കുക. വൈക്ക് ഞാൻ 0 ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്തായി, 2x + y = 8 അല്ലേ. വൈക്ക് 0. അപ്പൊ ഈ ടേം അങ്ങനെ പോയി അല്ലെ. ബാക്കി എന്താണ്, 2x = 8, x = 8/2 എന്നായില്ലേ, ഡിവൈഡഡ് ബൈ ആയില്ലേ. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി 4 എന്ന് കിട്ടി. മനസ്സിലായോ. ഇങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത്. ചെറുപ്പം തൊട്ട് ചെയ്തു വരുന്ന കാര്യമാണ്. ശരിയല്ലേ. നമ്മൾ ഇനി ഇതിനെ കോർഡിനേറ്റ് ഫോം ആക്കി എഴുതി വെക്കാം. ശരിയല്ലേ, നമുക്ക് അതായിരിക്കും എളുപ്പം എന്ന് തോന്നുന്നു. ഇതിനെ കോർഡിനേറ്റ് ആക്കാം 0 4 8 0 അല്ലെ. 0 4 8 0. നമ്മുടെ ഒന്നാമത്തെ കോർഡിനേറ്റ് 0 4, രണ്ടാമത്തെ കോർഡിനേറ്റ് 8 0. ഇവിടെ ആണെങ്കിലോ 0 8 4 0, 0 8 4 0, 0 8 4 0. നമുക്കപ്പോ 4 കോർഡിനേറ്റ്സ് കിട്ടി. 2 ഈച്ച് അല്ല. ആദ്യത്തെ ഇക്വേഷൻ 2 കോർഡിനേറ്റ്, രണ്ടാമത്തെ ഇക്വേഷൻ 2 കോർഡിനേറ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോ ഇനി ഗ്രാഫ് വരയ്ക്കാം അല്ലെ. ആദ്യത്തെ വാല്യൂ എന്താണ് 0 0, എക്സില് 0 വൈയില് 4. ശരിയല്ല, ആദ്യത്തെ വാല്യൂ എക്സ് അല്ലേ. എക്സില് 0 വൈയില് 4, എക്സില് 0 വൈയില് 4. അപ്പൊ നമ്മൾ എവിടെ വരിക, ഇവിടെയാണ് വരിക. ഇവിടെ കോർഡിനേറ്റ് എഴുതാലോ. ഇവിടെ കോർഡിനേറ്റ് എഴുതിട്ട് ഞാൻ എക്സില് 0 വൈയില് 4. മനസ്സിലായില്ലേ. ഇങ്ങനെയാണ് ചെയ്യാ. അടുത്തത് എക്സില് 8 വൈയില് 0. ഇവിടെ എക്സ് അല്ലേ, എക്സില് 8 വൈയില് 0, എക്സില് 8 വൈയില് 0. അപ്പൊ നമ്മുടെ മാർക്കിംഗ് എവിടെ വരിക, ഒറിജിനിൽ കൂടെ നിങ്ങൾ മാർക്ക് ചെയ്യോ ഇല്ല. എക്സില് 8 വൈയില് 0 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക. എക്സിൽ എത്രയായിരുന്നു 8 ആയിരുന്നു, വൈയിൽ എത്രയായിരുന്നു 0. അപ്പൊ നമ്മുടെ ഇത് കിട്ടിയില്ലേ, അതായത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷന്റെ ഗ്രാഫ് കിട്ടി. നിങ്ങൾ ചെയ്യേണ്ടത് 4 പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഒരുമിച്ച് ഗ്രാഫ് വരയ്ക്കരുത്. ബിക്കോസ് നിങ്ങൾ എക്സാമിന്റെ ടെൻഷൻ ഹറിബറിയിൽ ഇരിക്കുകയായിരിക്കും. അപ്പൊ ഇതും കൂടെ കൂടി ചേർക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ചിലപ്പോൾ അടുത്ത ഇക്വേഷൻ ലൈൻ കൂടെ കൂടി ചേർക്കും. മനസ്സിലായോ. 4 മാർക്ക് നമുക്ക് അത്രയും പ്രഷ്യസ് ആണ്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതും കൂടെ ജോയിൻ ചെയ്യുക. ആദ്യമേ നിങ്ങൾ സ്ട്രൈറ്റ് കിട്ടുമോ എന്നൊരു ചെറിയ പേടിയിട്ട് സ്ട്രൈറ്റ് കിട്ടിയിട്ടോ. സ്കെയിലൊക്കെ കൊണ്ടുപോകണം എക്സാമിന്. ഞാൻ ഇതിപ്പോ മാർക്ക് ഇതൊരു വൈറ്റ് ബോർഡിൽ സ്കെയിൽ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനിവിടെ സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ മേലെ എന്ത് ചെയ്യണം, ഇതിന്റെ ഇക്വേഷൻ എഴുതണം. ഇതിന്റെ ഇക്വേഷൻ എന്താണ്, x + 2y = 8 അല്ലേ. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒന്നും വേണ്ട, ജസ്റ്റ് ഇക്വേഷൻ ഫോമിൽ = 8 എന്ന് എഴുതിയാൽ മതി. ഒന്നാമത്തെ ഇക്വേഷന്റെ കേസും അതിന്റെ ഗ്രാഫിന്റെ വരയും പക്കയായി കഴിഞ്ഞു അല്ലെ. നമ്മൾ ഇനി അതിലേക്ക് നോക്കേണ്ട കാര്യമില്ല. അടുത്ത സെക്ഷൻ, അടുത്ത ഗ്രാഫിലേക്ക് കടക്കാം. 2x + y ≤ 8 ആണ്. നമ്മുടെ കോർഡിനേറ്റ് എന്താണ് 0 8. എക്സില് 0 വൈയില് 8 അല്ലേ. എക്സില് 0 വൈയില് 8. അടുത്തത് 4 0, എക്സില് 4 വൈയില് 0, എക്സില് 4 വൈയില് 0. എവിടെ മാർക്ക് ചെയ്യാ, ഇവിടെയാണോ മാർക്ക് ചെയ്യാ അല്ല, ഇവിടെ. അപ്പോ എക്സില് 4 വൈയില് 0 അല്ലെ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2 ലൈനും കൂടെ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ശരിയല്ലേ. ഈ 2 ലൈനും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എന്റെ ലൈൻ എത്രത്തോളം വ്യത്യാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നോക്കട്ടെ. ഓക്കെ, ഈ ലൈൻ ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ലൈൻ സ്ട്രെയിറ്റ് അല്ല, പ്ലീസ് ഒന്ന് ക്ഷമിക്കണം. ബിക്കോസ് നമുക്ക് സ്കെയിൽ ഇല്ല, അതുകൊണ്ടാണ്. സ്കെയിൽ ഇല്ലാതില്ല, ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയ പോലെ സെക്കൻഡ് ഇക്വേഷൻ ഇവിടെ എഴുതണം. സെക്കൻഡ് ഇക്വേഷൻ എന്താ, 2x + y ≤ 8. മനസ്സിലായില്ലേ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ 2 സാധനം തന്നിട്ടുണ്ടല്ലോ. നമ്മൾക്ക് ഇനി എന്ത് ചെയ്യണം, ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യണം. ഫീസിബിൾ റീജിയൻ എങ്ങനെയാ
മായ്ക്കുക? നമ്മുടെ ഇതില്ലേ, നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഞാൻ ഇനി ഈ കോർഡിനേറ്റ്സ് മായ്ക്കാം. ഇനി നമുക്ക് ഇനി കോർഡിനേറ്റ്സിന് ആവശ്യമില്ലല്ലോ, മായ്ച്ചു. ഓക്കെ, ഈ രണ്ട് കോർഡിനേറ്റ്സ് മായ്ച്ചു. ഇനി നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് എക്സിനും വൈനും 0 ഇട്ട് കൊടുക്കാം. എക്സിനും വൈനും 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, എക്സിന് 0 ഇട്ട് കൊടുത്തു. 0 പ്ലസ് 2 into 0 less than or equal to 8. ഇതല്ലേ നമ്മുടെ ഇക്വേഷനിൽ 0 ഇട്ട് കൊടുത്താൽ വരിക. 0 പ്ലസ് 2 into 0 എത്രയാണ്? 0 less than or equal to 8. അപ്പൊ 0 plus 0 0, 0 less than or equal to 8. 0 8നേക്കാൾ ചെറുതല്ലേ? നമ്മുടെ ഈ കണ്ടീഷൻ അവിടെ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? നന്നായിട്ട് ഫേവർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. പൊതുവേ ലെസ് ദാൻ വരുന്നവിടെയൊക്കെ ഫേവർ ചെയ്യാനാണ് സാധ്യത. അപ്പൊ നിങ്ങളൊന്ന് നോക്കി ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒന്നാമത്തെ കണ്ടീഷൻ ട്രൂ ആണെന്ന് കിട്ടി. ട്രൂ ആയിട്ടൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്ക് ഷെയ്ഡ് ചെയ്യണം? ഒറിജിനിലോട്ട്. ഇതാണ് ഒറിജിനിലോട്ട് ഷെയ്ഡ് ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ, അതായത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ? ഒന്നാമത്തെ ഇക്വേഷന്റെ ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനിലോട്ട് ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, ഒറിജിനിലോട്ട് ഞാൻ ഷെയ്ഡ് ചെയ്തു. നിങ്ങൾ അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇൻഡിവിജ്വലി ഷെയ്ഡ് ചെയ്യണം ഒരു നിർബന്ധമില്ല. ഫൈനൽ ഓവറോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഗ്രാഫിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഗ്രാഫിൽ 0 ഇട്ട് കൊടുക്കൂ. 2 into x ന് 0 പ്ലസ് y-ക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. 2 into 0 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. 0 പ്ലസ് 0 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഈ കണ്ടീഷൻ ഇവിടെ എന്താണ്? ട്രൂ ആണ് അല്ലേ? 0 8നേക്കാളും ചെറുതാണ്. കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നമ്മുടെ ഈ ഗ്രാഫും എന്ത് ചെയ്യപ്പെട്ടു? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെ വേണം, ദാറ്റ് ഈസ് നമ്മൾ ഇതും അതും കൂടെ വേർതിരിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഷെയ്ഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇപ്പോൾ ട്രൂ അല്ലേ, സ്റ്റാർ വെച്ച് ഞാൻ ഷെയ്ഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഡോട്ട് വെച്ചിട്ടോ ബബിൾസ് വെച്ചിട്ടോ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ച് ഷെയ്ഡ് ചെയ്യാം. ഇങ്ങനെയല്ലേ നമ്മുടെ വലിയ ഗ്രാഫിനകത്ത് ഒറിജിനലോട്ട് ഈ ഗ്രാഫ് ഷെയ്ഡ് ചെയ്ത് നമ്മൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എക്സാം ഇങ്ങനെ ചെയ്യണം ഒരു നിർബന്ധമില്ല, ചെയ്യണമെന്ന് ഞാൻ പറയുകയില്ല. ഞാൻ നിങ്ങൾക്ക് ഈസിനെസ്സിന് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. നമ്മൾക്ക് ഇതിലും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാ? കോമൺ, അതായത് സ്ട്രെയിറ്റ് ലൈനും സ്റ്റാറും വരുന്ന റീജിയൻ അല്ലെ? ഏതാ വരിക? ഈ ഷേപ്പ് അല്ലേ? നമ്മൾ ഇവിടെ എന്ത് ചെയ്യാ? ഡാർക്ക് ആയിട്ട് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ഈ റീജിയൻ നിങ്ങൾ എക്സാം പേപ്പറിലാണെങ്കിലും വൃത്തിയായിട്ട് ഡാർക്ക് ആയിട്ട് വേണം ഷെയ്ഡ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി സ്റ്റാറും സ്ട്രെയിറ്റ് ലൈനും ഇട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്ക് ടോട്ടലി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഒരുമിച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഫീസിബിൾ റീജിയൻ എവിടെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. കാണുമ്പോൾ കുറച്ച് വൃത്തികേടാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇൻവിജിലേറ്റർ നമ്മുടെ പേപ്പർ നോക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ കുട്ടി കുറച്ച് വര വരച്ചിട്ടുണ്ട്, ഇവിടെ കുട്ടി കുറച്ച് കുത്തി കിറുക്കി വെച്ചിട്ടുണ്ട്. ടീച്ചർക്ക് അറിയില്ല ഏതാണ് ഫീസിബിൾ റീജിയൻ എന്ന്. നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് പറഞ്ഞു കൊടുക്കണം ദാറ്റ് ദിസ് ഈസ് ദ ഫീസിബിൾ റീജിയൻ എന്ന് കാണിച്ചു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഓരോ ഗ്രാഫിനും ഓരോ തരത്തിൽ മാർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഫീസിബിൾ റീജിയൻ വരയ്ക്കുന്നതെങ്കിൽ എന്തായാലും ആരോട്ട് ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്ത് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ മാർക്ക് കിട്ടുന്ന ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, നിങ്ങൾ ടോട്ടലായിട്ട് ഈ നക്ഷത്രങ്ങൾ ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇത് മാത്രം നിങ്ങൾ വൃത്തിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാകുന്നുണ്ടോ? എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഫീസിബിൾ റീജിയൻ എഴുതണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറയരുത്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ 4 മാർക്കിന് ഷുവർ ആയിട്ട് എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചാൽ